ഇവിടെ ജോയിൻ ചെയ്യാനും. സാധാരണയായി ഇവിടെ ജോയിൻ ചെയ്യാറുണ്ട്, ഇടയ്ക്കൊക്കെ ജോയിൻ ചെയ്യുമ്പം ലിസണറായിട്ടാണ് ജോയിൻ ചെയ്തത്. ഇന്ന് ഏതായാലും സംസാരിക്കാനായിട്ടുള്ളൊരു അവസരം ദൈവം തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ഒരു അവസരം നിങ്ങളോടുകൂടെ ചെലവഴിക്കുവാനും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാനായിട്ട് ദൈവം തന്ന ഈ ഒരു അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ MYCയുടെ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നതെന്ന് തോന്നണം. പലരെയൊന്നും പരിചയമില്ല, കുറെ പേരെ അറിയാം, ബാംഗ്ലൂരുള്ളവരെ ഒക്കെ ആയിട്ട് അറിയാം. നിങ്ങൾക്ക് എന്നെ അങ്ങനെ അത്രയും പരിചയമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നെങ്കിലും സൈലസ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നു. എനിവേ, ഞാൻ ഇന്ന് ദൈവത്തോടുള്ള ടോപ്പിക് എല്ലാവർക്കും അറിയാം, ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ്. അതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ടോപ്പിക്ക്. അപ്പൊ അത് വേറെ ടെക്നിക്കൽ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലംസോ ഡിസ്കണക്ട് ആവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ വേറെ നെറ്റ്വർക്കിൽ നിന്ന് കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. Anyway, so you're all aware of the topic. It's about friendship with God. And ഞാനൊരു റെഫറൻസ് ഈ ടോപ്പിക്കിനോട് വെച്ചിട്ടുണ്ട്, ജോൺ ചാപ്റ്റർ 15. എന്നാൽ ഇതൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള എക്സ്പോസിഷൻ ആയിരിക്കില്ല, ഒരു ആ പാസേജിൽ നിന്നുള്ള ഒരു സ്ട്രിക്റ്റ് എക്സ്പോസിഷൻ ആയിരിക്കില്ല. ബട്ട് വി വിൽ മൂവ് ത്രൂ ദ ബൈബിൾ, ത്രൂ ദ ന്യൂ ടെസ്റ്റ്മെന്റ് ആൻഡ് ഓൾസോ ത്രൂ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്. സോ നമ്മൾ ബൈബിളിലൂടെ ഒരു മൊത്തത്തിലൊന്ന് യാത്ര ചെയ്ത് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം, നമുക്ക് സുഹൃത്ത് ബന്ധത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ തന്നെ അറിയാം, അതൊരു വളരെ നല്ല ഒരു ബന്ധമാണെന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ളതും നമ്മളെല്ലാവരും ആസ്വദിക്കുന്നതുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് എന്ന് നമുക്കറിയാം. ഈ റൂമിലുള്ള എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു അവരുടെ ഏതെങ്കിലും ഒരു ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഫ്രണ്ട്ഷിപ്പിലൂടെ പോയിട്ടുള്ളതായിരിക്കാം, ഇപ്പോഴും ഫ്രണ്ട്സ് ഉള്ളവരായിരിക്കാം. നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ കളിക്കാനായിട്ടുള്ള നെയ്ബർഹുഡ്സിലുള്ള ഫ്രണ്ട്സ്, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. നമ്മളത് എൻജോയ് ചെയ്തിട്ടുള്ളവരാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ ബൈബിളിൽ തന്നെ നോക്കുവാണെങ്കിൽ ബൈബിളും ഈ സുഹൃത്ത് ബന്ധങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ 2 വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ എക്ലേസിയാസ്റ്റിക് സഭാപ്രസംഗിയുടെ പുസ്തകം 4:9-10, അതുപോലെ തന്നെ സദൃശവാക്യങ്ങള് 17:17, ഈ 2 വാക്യങ്ങളില് ബൈബിളില് എങ്ങനെയാണ് സുഹൃത്ത് ബന്ധങ്ങളെ പറ്റി പറയുന്നത് എന്ന് നമുക്ക് അവിടെ വിവരിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. സഭാപ്രസംഗയിൽ പറയുന്നു, ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലായതുകൊണ്ട് അവൻ അയ്യോ കഷ്ടം. സദൃശവാക്യം 17:17 പറയുന്നു, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. അപ്പൊ നമുക്ക് ബൈബിളിലോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ബൈബിളില് വളരെയധികം ഈ സുഹൃത്ത് ബന്ധങ്ങളെ വില കൽപ്പിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ സദൃശവാക്യങ്ങൾ പല വാക്യങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാം എങ്ങനെയാണ് ഒരു നല്ലൊരു സുഹൃത്ത് ബന്ധം, എങ്ങനെയാണ് ഒരു നല്ലൊരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സുഹൃത്തായിരിക്കണം നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് സദൃശവാക്യങ്ങളിൽ പല റെഫറൻസ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ബൈബിള് കൂടാതെ തന്നെ നമുക്ക് പലർക്കും എല്ലാവരും തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, എല്ലാവരും തന്നെ രുചിച്ചറിഞ്ഞിട്ടുള്ള ബന്ധമാണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഒരു ദൈനംദിന ജീവിതം എടുത്തു നോക്കിയാൽ, നമ്മുടെ തന്നെ എക്സ്പീരിയൻസ് എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, നമ്മുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മളെ ഒന്ന് ഉത്സാഹിപ്പിക്കുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് എക്സോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് ആവശ്യമായിട്ടിരിക്കുന്ന നമുക്ക് കാണാൻ, അല്ലെങ്കിൽ നമ്മുടെ ഡള്ളായിരിക്കുന്ന ഒരു ലൈഫ് കുറച്ചുകൂടി ബ്രൈറ്റൻ അപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഉത്സാഹിപ്പിക്കാനായിട്ട്, ഒരു സന്തോഷം പകരുവാനായിട്ടൊക്കെ ഈ ഫ്രണ്ട്ഷിപ്പ് നമ്മളെ സഹായിക്കുമെന്ന് നമുക്കറിയാം. നമ്മുടെ ബർത്ത്ഡേ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അർദ്ധരാത്രി വന്നിട്ട് നമ്മുടെ കൂടെ വന്ന് സെലിബ്രേറ്റ് ചെയ്യുകയും
പല പല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഇതെല്ലാം സാധ്യമാകുന്നത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പറയാൻ പറ്റും, ഫ്രണ്ട്ഷിപ്പ് ഇസ് എ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് that adds so much value to our lives. നമ്മുടെ ജീവിതത്തിന് വളരെയേറെ അർത്ഥം നൽകുന്ന ഒരു സ്പെഷ്യൽ ബന്ധമാണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഫ്രണ്ട്ഷിപ്പിനെ പറ്റി CS ലൂയിസ് പറഞ്ഞ ഒരു നിർവചനവും കൂടി ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാന്ന് വിചാരിച്ചു. അദ്ദേഹം സുഹൃത്ത് ബന്ധങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞത് എങ്ങനെയാണ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം തുടങ്ങുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ഇങ്ങനെ പറയുമ്പോഴാണ്. അതായത് വാട്ട് യു ടു, അല്ലെങ്കിൽ എന്ത് നീയും, ഐ തോട്ട് ഐ വാസ് ദി ഓൺലി വൺ, ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഉള്ളൂ എങ്ങനെയെന്ന് ഞാൻ വിചാരിച്ചു. ആ ഒരു നിമിഷത്തിലാണ് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത് എന്നാണ് CS ലൂയിസ് പറഞ്ഞത്. അതായത് വാട്ട് ഡ്രോസ് പീപ്പിൾ ഇൻ ടു ഫ്രണ്ട്ഷിപ്പ് ഈസ് സം കോമൺ ട്രൂത്ത് ഓർ കോമൺ ഇൻട്രസ്റ്റ്. അതായത് അവർക്ക് രണ്ടുപേർക്കും പൊതുവായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അവരെ ആ ഫ്രണ്ട്ഷിപ്പിലോട്ട് നയിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇറ്റ് കുഡ് ബി അബൌട്ട് എനിത്തിങ്, ഇറ്റ് കുഡ് ബി അബൌട്ട് മേ ബി ഫോട്ടോഗ്രാഫി, ഇറ്റ് കുഡ് ബി അബൌട്ട് മേ ബി ദ ഗെയിം ദാറ്റ് വി പ്ലേ ടുഗദർ. അപ്പൊ നമുക്കത് ഇഷ്ടമുള്ള, ഇപ്പൊ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ചില വ്യക്തികൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ആ ഒരു സ്പിയറിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ചില ആൾക്കാർക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്. അപ്പൊ ആ രീതിയിൽ അവരെ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ ആ ഒരു കോമൺ ട്രൂത്ത് അല്ലെങ്കിൽ ഒരു കോമൺ ഇൻട്രസ്റ്റ്, അതാണ് അവരെ ഫ്രണ്ട്ഷിപ്പിലോട്ട് അടുപ്പിക്കുന്നതെന്ന് CS ലൂയിസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ ടു പീപ്പിൾ സ്റ്റാൻഡിങ് ഷോൾഡർ ടു ഷോൾഡർ ലുക്കിംഗ് അറ്റ് സംതിങ് ഔട്ട്സൈഡ്, അല്ലെങ്കിൽ രണ്ട് വ്യക്തികള് തോളോട് തോള് ചേർന്ന് നിന്ന് പുറമേ ഉള്ള ഒരു കാര്യത്തിലോട്ട് നോക്കുന്നു. അതാണ് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി CS ലൂയിസ് പറഞ്ഞതായിട്ടുള്ള ഒരു പിക്ചർ. അദ്ദേഹം പിന്നെ അത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇൻ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് they are looking at each other, they are looking face to face, looking at one another and talking about their love. അത് ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കണ്ടു, ടു പീപ്പിൾ സ്റ്റാൻഡിങ് ഷോൾഡർ ടു ഷോൾഡർ ലുക്കിംഗ് അറ്റ് സംതിങ് ഔട്ട്സൈഡ്. ആൻഡ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഈസ് റിലേഷൻഷിപ്പ് വെയർ ഇൻ വിച്ച് ടു പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ, they are immersed in each other, they are looking face to face and they are talking about that love. And അങ്ങനെയാണ് CS ലൂയിസ് ഈ രണ്ട് ബന്ധങ്ങളെ പറ്റിയിട്ട് അതിനൊരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പീപ്പിൾ. It is born out of the moment when one person says to the other, what you do, അല്ലെങ്കിൽ നീയും നിനക്കും ഇത് ഇഷ്ടമായിരുന്നോ, അല്ലെങ്കിൽ നീയും ഈ ഒരു അവസ്ഥയിൽ കൂടി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിനക്കും ഇതായിരുന്നോ താല്പര്യം. ആ ഒരു മൊമെന്റിലാണ് ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഡു യു റിയലി ബിലീവ് ദാറ്റ് ഗോഡ് വാണ്ട്സ് അവർ ഫ്രണ്ട്ഷിപ്പ്? അതായത് ദൈവത്തിന് നമ്മുടെ സുഹൃത്ത് ബന്ധം വേണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? ഡു യു റിയലി ബിലീവ് ദാറ്റ് ഗോഡ് വാണ്ട്സ് അവർ ഫ്രണ്ട്ഷിപ്പ്, ഓർ does God expect that we be friends with him? Many people think that God wants our service. He just wants us to do certain things. He may be wanting us to keep out of hell. അല്ലെങ്കിൽ പല ആൾക്കാരും ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, അതായത് ദൈവത്തിന് നമ്മുടെ കുറച്ച് സേവനം ആവശ്യമാണ്, അല്ലെങ്കിൽ he wants us to do certain things. ദൈവത്തിന് നമ്മളെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ നമ്മളെ നരകത്തിൽ പോകാതെ രക്ഷിക്കണം എന്നത് മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? Or does God expect more than that? Does God expect a much more deeper relationship with him? Does he expect a friendship with us? ഞാൻ പറയാനായിട്ട് ആദ്യമേ നിങ്ങളോട് പറയാനായിട്ട് എന്നോടും കൂടെ പറയാനായിട്ടുള്ള ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ക്രിസ്ത്യാനിറ്റി ഈസ് എ കോൾ ടു ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ്. അല്ലെങ്കിൽ ക്രിസ്തീയത എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധത്തിലോട്ടുള്ള ഒരു ക്ഷണമാണ്, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള സുഹൃത്ത് ബന്ധത്തിലോട്ടുള്ള ഒരു വിളിയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ക്രിസ്ത്യാനിറ്റി
യെ പറ്റി പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുമ്പോൾ, ദൈവവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും ആൾക്കാര് പല രീതിയിൽ അവര് ചിന്തിക്കാറുണ്ട്. ചില ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് ഇങ്ങനെ ചിന്തിക്കും, അതായത് ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ഹാർഡ് കോർ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കും, ഫ്രണ്ട്ഷിപ്പ് ഇസ് നോട്ട് പോസിബിൾ വിത്ത് ഗോഡ് ബിക്കോസ് യു ആർ ടേക്കിംഗ് ഗോഡ് ലൈറ്റ്ലി, അല്ലെങ്കിൽ ദൈവത്തെ നിങ്ങൾ ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് ദൈവമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് സാധ്യമല്ല. യു ആർ ട്രീറ്റിംഗ് ഹിം ജസ്റ്റ് ലൈക്ക് യുവർ ബഡി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കളിക്കൂട്ടുകാരനെ പോലെ നിങ്ങൾ ദൈവത്തെ കണക്കാക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ മെജസ്റ്റി, ദൈവത്തിന്റെ ഹോളിനെസ്, അങ്ങനെ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട് എല്ലാം നിങ്ങൾ ഇഗ്നോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗോഡ് ഈസ് ഓൾ ടുഗെദർ എ ഡിഫറെന്റ് എൻറ്റിറ്റി. അത് ദൈവം മൊത്തത്തിൽ ഒരു വേറൊരു എൻറ്റിറ്റിയാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ വെറും മനുഷ്യരാണ്. ഈ രണ്ട് എൻറ്റിറ്റിയും തമ്മിൽ ഒന്നും കോമൺ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ദൈവവും അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞ എൻറ്റിറ്റിയും മനുഷ്യൻ എന്ന് പറഞ്ഞ എൻറ്റിറ്റിയും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് സാധ്യമല്ല എന്ന് ഇങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ചില ആൾക്കാരാണെങ്കിൽ അവർ പറയും ദേ കൺസിഡർ ഗോഡ് ആസ് എ ജസ്റ്റ് their childhood buddy, അല്ലെങ്കിൽ അവരുടെ ഒരു കളിക്കൂട്ടുകാരനെ പോലെ കാണുന്നു, taking God lightly, ignoring all the other attributes of God and no string attached relationship. അല്ലെങ്കിൽ ദൈവമായിട്ട് വേറെ ഒരു റെസ്ട്രിക്ഷനോ വേറെ ഒരു അറ്റാച്ച്മെന്റോ ഇല്ല. അവർക്ക് ആവശ്യമുള്ള സമയത്ത് ദൈവത്തിന്റെ അടുത്തോട്ട് വരുന്നു, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ പറയുകയും അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നു. പിന്നെ വേറൊരു അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു ബന്ധമില്ല. ആവശ്യമുള്ള സമയത്ത് വരുന്നു, ഒരു പ്ലഗ് ആൻഡ് പ്ലേ റിലേഷൻഷിപ്പ് പോലെ. അപ്പൊ ഇതാണ് ഈ രണ്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള അപ്രോച്ച് നമുക്ക് ദൈവത്തെ പറ്റിയുള്ള സുഹൃത്ത് ബന്ധത്തെ പറ്റി പറയുമ്പോൾ കാണാനായിട്ട്. ഐ തിങ്ക് ദീസ് ടു വേസ് ആർ റോങ്. ഈ രണ്ട് കാര്യങ്ങളും തെറ്റാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആൻഡ് ദെൻ വാട്ട് ഈസ് ദ റൈറ്റ് view of friendship with God? What is the right relationship, or what is the right friendship with God? Let me say this thing. Bible clearly shows that God can have friendship with human beings. നമുക്ക് ബൈബിളിലോട്ട് നോക്കുവാണെങ്കിൽ ബൈബിളിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് മനുഷ്യരുമായിട്ട് സുഹൃത്ത് ബന്ധം പറ്റും, പോസിബിൾ ആണ് എന്ന് ബൈബിളില് നമുക്ക് ചില റെഫറൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് ആദ്യമേ പഴയ നിയമത്തിലോട്ട് നോക്കുവാണെങ്കിൽ എബ്രഹാമിനെ കുറിച്ച് പറഞ്ഞത് ദൈവത്തിന്റെ സ്നേഹിതൻ എന്നാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ യാക്കോബിന്റെ സുവിശേഷം 2:23 നമ്മൾ പോകുവാണെങ്കിൽ അവിടെ ഇങ്ങനെ വായിക്കുന്നു. അടുത്ത സ്ലൈഡ് ചേഞ്ച് ചെയ്യാം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, എബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയെ കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. ഹി വാസ് കോൾഡ് എ ഫ്രണ്ട് ഓഫ് ഗോഡ്. അതായത് പഴയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എബ്രഹാം എന്നൊരു വ്യക്തിയെ പറ്റി ദൈവം അവനെ ദൈവത്തിന്റെ ഒരു സ്നേഹിതനായിട്ടാണ് എബ്രഹാമിനെ കണ്ടതെന്ന് നമുക്ക് കാണാൻ കഴിയും. തുടർന്ന് മോശയെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ മോശയും thus the Lord used to speak to Moses face to face as a man speak to his friend. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതേപോലെ നമ്മൾ പഴയ നിയമത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് വ്യക്തികളെയും ദൈവത്തിന്റെ സ്നേഹിതന്മാരായിട്ട്, അബ്രഹാമിനെയും മോശയും ദൈവത്തിന്റെ സ്നേഹിതന്മാരായിട്ട് ദൈവം കണക്കാക്കി എന്ന് പറയുന്നതായിട്ട് കാണാൻ കഴിയും. യെസ്, so that means that in Christianity friendship with God is possible. And let's come to our passage. നമുക്ക് നമ്മുടെ പാസേജിലോട്ട് വരാം. John chapter 15 verses 12 to 17. അടുത്ത സ്ലൈഡ് നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. John chapter 15 verse 12 to 17. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാവുന്നു എന്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചു വരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു.
ഇതാണ് നമ്മുടെ ഒരു ബേസ് പാസേജ് ആയിട്ട് ഞാൻ ചിന്തിച്ചത്. അവിടുന്ന് നമുക്ക് മറ്റു പല പാസേജുകളിലോട്ടും പോവാം. അപ്പൊ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മെയിൻ ആയിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു വാക്യം എന്ന് പറഞ്ഞാല്, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, Christ is not calling you into a relationship of slavery. അല്ലെങ്കിൽ ഒരു ദാസനായിട്ടല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. It's not a call of a servant. It's not a call to a servant. It's not a call to a slave. It's true that Christ is calling us for some service. അതായത് ദൈവം നമ്മളെ കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് നമ്മുടെ സേവനം ആണ് ദൈവം ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതൊരു സേവകനായിട്ടുള്ള ഒരു വിളിയല്ല. Even though Christ has some work to do with us, but that's not a call to a slave. He is not calling you as a slave to his work. He is calling you as a friend. ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എനിക്കത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട്, no longer do I call you servants, I have called you friends എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So we can see that Christianity is an invitation of Christ to friendship with him. It's a call of a friend to partner with Jesus Christ in completing his ministry, in completing his service that he has started. So it's not a call to a slave, but it is a call to friendship. നമ്മുടെ പല സാഹചര്യത്തിലും അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ടും നമ്മൾ ദൈവമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ കരുതുന്ന ഒരു യജമാനൻ, അല്ലെങ്കിൽ ഒരു സ്ലേവ്, ഒരു ദാസൻ എന്നൊരു രീതിയിലാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. നമ്മൾ അതിൽ നിന്ന് അങ്ങ് വളരാറില്ല. പക്ഷെ ഇവിടെ ജീസസ് ക്രൈസ്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഐ എം നോട്ട് കോളിംഗ് യുവർ സെർവൻസ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഈ ഒരു ചിന്ത നമുക്ക്, അതായത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മൾ ദൈവത്തോടൊരു യജമാനനോട് ഇടപെടുന്നത് പോലെ, ഒരു ദാസൻ യജമാനനോട് ഇടപെടുന്ന പോലത്തെ ഒരു ബന്ധത്തിലോട്ട് നാം ദൈവത്തെ കാണണം എന്നുള്ള രീതിയിലല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് അതിനപ്പുറമായിട്ട്, അതിനേക്കാളും കുറച്ചുകൂടി ഡീപ്പായിട്ട്, അതിനേക്കാളും കുറച്ച് ആഴമേറിയ ഒരു സ്നേഹിതൻ എന്നുള്ള ഒരു ബന്ധത്തിലോട്ട് വരണം എന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് കാണാൻ. ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, ഈ ഒരു പാസേജിൽ മാത്രമല്ല, നമ്മൾ പുതിയ നിയമം എടുത്തു നോക്കുകയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ഇതിനെപ്പറ്റി പല വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ റോമാലേഖനം 8:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ കാണുവാനായിട്ട് കഴിയും. നമുക്ക് ആ ഒരു വാക്യത്തിലോട്ട് പോവാം. റോമാലേഖനം 8:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. തുടർന്ന് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് വീണ്ടും ഇങ്ങനെ പറയുന്നു, അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രൻ അത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. അപ്പൊ ഇംഗ്ലീഷിൽ വായിച്ചു, യു ഡിഡ് നോട്ട് റിസീവ് ദ സ്പിരിറ്റ് ഓഫ് സ്ലേവറി ടു ഫോൾ ബാക്ക് ഇൻ ടു ഫിയർ, with our spirit we are the children of God. ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, you are no longer a slave but a son. ദൈവം അങ്ങനത്തെ ഒരു ആത്മാവിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ഒരു ആത്മാവ്, ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് പുത്രത്തിന്റെ ആത്മാവാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ദൈവത്തെ യജമാനൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിളി, നാം അബ്ബാ പിതാവേ എന്ന് ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നതാണ് ദൈവം കുറച്ചുകൂടി കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതായത് നമ്മുടെ പഴയ പാസേജിലോട്ട് തിരിച്ചു വരുവാണെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 15 അവിടെ കർത്താവ് യേശുക്രിസ്തു എന്തുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇനി ദാസനല്ല, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ സ്നേഹിതൻ എന്ന് വിളിക്കുന്ന എന്നത് ക്രിസ്തു അവിടെ ഡിഫൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് ആ പാസേജിലോട്ട് തന്നെ ഒന്നുകൂടി പോകാം. ജോൺ ചാപ്റ്റർ 15 verses 12 to 17 അവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട്
നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഒരു യജമാനൻ ദാസൻ ബന്ധം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ദാസന് യജമാനന്റെ ഉദ്ദേശങ്ങൾ എന്താണ്, അല്ലെങ്കിൽ യജമാനൻ എന്തൊക്കെയാണ് നിരൂപിച്ചിരിക്കുന്നത്, യജമാനന്റെ ആഗ്രഹങ്ങൾ എന്താണ്, യജമാനന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നൊന്നും യജമാനൻ ദാസന്റെ അടുത്ത് പറയേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല, അല്ലെ? ഒരിക്കലും യജമാനൻ ഇങ്ങനെ ദാസന്റെ അടുത്ത് പറയാറില്ല, ഞാൻ ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നീ ഇത് ചെയ്യണം എന്നൊന്നും യജമാനൻ അവിടെ ദാസന്റെ അടുത്ത് പറയാറില്ല. ദാസൻ അവന്റെ അടുത്ത് എന്താണോ യജമാനൻ പറയുന്നത്, വേറൊന്നും അറിയാതെ, വേറൊന്നും അറിയാനായിട്ടുള്ള യാതൊരു അധികാരവും അവനില്ല. പക്ഷെ അവനത് ചെയ്യുവാനായിട്ട് മാത്രമാണ് ആ ഒരു ബന്ധത്തില് അതിന്റെ സ്കോപ്പ് എന്ന് നമുക്കറിയാനായിട്ട് കഴിയും. പക്ഷെ ഇവിടെ ദൈവം യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഞാൻ എല്ലാം നിങ്ങളോട്, ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് യേശുക്രിസ്തു ഹി ഹാസ് റിവീൽഡ് എവറിത്തിങ് അബൌട്ട് ഗോഡ് ടു us. അതായത് ദൈവത്തെ പറ്റിയിട്ടുള്ള എല്ലാം, ദൈവത്തിൽ നിന്ന് കേട്ടതെല്ലാം യേശുക്രിസ്തു നമ്മളോട് അറിയിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ എന്താണ്, ദൈവത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, ദൈവത്തിന് എന്താണ് ഈ ഭൂമിയിലെ പ്ലാന് എന്നെല്ലാം യേശുക്രിസ്തുവിലൂടെ നമ്മളോട് അറിയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൂടാതെ തന്നെ യേശുക്രിസ്തുവിന്റെ ലക്ഷ്യം എന്താണ്, യേശുക്രിസ്തുവിന്റെ ആഗ്രഹങ്ങൾ എന്താണ്, യേശുക്രിസ്തുവിന്റെ ഉദ്ദേശങ്ങൾ എന്താണ്, യേശുക്രിസ്തുവിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളതെല്ലാം നമ്മളോട് അറിയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു യജമാനൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ, യജമാനൻ ദാസൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ ഒന്നും വെളിവാക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, നോ ലോങ്ങർ ഐ എം കോളിങ് യുവർ സെർവൻസ്, ഞാൻ ഇനി നിങ്ങളെ ദാസന്മാർ എന്ന് പറയുന്നില്ല, കാരണം ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് അത് സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു വാക്യം നമുക്ക് സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സങ്കീർത്തനം 25:14 നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും, the friendship of the Lord is for those who fear him and he makes known to them his covenant. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. അവിടെ പറയുന്നത് ദൈവത്തിന്റെ സഖിത്വം ഉള്ളത് കൊണ്ട് അവൻ തന്റെ നിയമങ്ങൾ, അവൻ തന്റെ കവനന്റ് എല്ലാം അവരോട് അറിയിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് ദൈവം തന്നെ വെളിപ്പെടുത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നു. He wants to reveal himself to us because he wants to establish this friendship. He wants us to enjoy this friendship, and that's the reason why he wants us to reveal himself to us എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് നമ്മളിവിടെ വായിച്ചതുപോലെ, he makes to known them his covenant. With his friend he discuss his covenant, his intentions, his desires. നമുക്ക് അബ്രഹാമിന്റെ ജീവിതത്തിലോട്ട് നമുക്ക് ഒന്നും കൂടി തിരിഞ്ഞു പോകാം. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, എബ്രഹാമിനെ വിളിക്കുന്നതിന്, ആ മെസൊപ്പൊട്ടോമിയയിൽ ഊറിൽ നിന്ന് വിളിക്കുന്നതിന് മുന്നേ നമുക്ക് കാണുവാനായിട്ട് കഴിയും, എബ്രഹാമിന്റെ അടുത്ത് ദൈവം തന്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എബ്രഹാമിനെ കുറിച്ചുള്ള പ്ലാനുകൾ അബ്രഹാമിന്റെ അടുത്ത് വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിന്നെ ഞാൻ ഈ സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നു, അവിടെ നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ പോകണം, നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട്. അപ്പൊ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും, ദൈവം തന്റെ ആഗ്രഹങ്ങളും തന്റെ ലക്ഷ്യങ്ങളും അബ്രഹാമിനോട് വെളിപ്പെടുത്തി കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട്. തുടർന്ന് നമ്മൾ കാണുവാണെങ്കിൽ സോദോമും ഗൊമോറയും നശിപ്പിക്കുന്നതിന് മുന്നേ നമുക്ക് വീണ്ടും കാണാനായിട്ട് കഴിയും, ദൈവം അബ്രഹാമിന്റെ അടുത്ത് വരികയും ഈ കാര്യങ്ങൾ പറയുകയും അവർ രണ്ടുപേരും അതിനെക്കുറിച്ച് ഒരു കോൺവെർസേഷൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെ ദൈവം തന്റെ ആഗ്രഹങ്ങൾ, താൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് എബ്രഹാമിനെ തന്റെ സ്നേഹിതൻ എന്ന് വിളിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോശയെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഇത് കാണുവാനായിട്ട് കഴിയും. മോശയെ വിളിക്കുമ്പോൾ മോശയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനുകളെല്ലാം മോശയോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ അവിടെ അന്യോന്യം തങ്ങളുടെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് തന്റെ സുഹൃത്തിന്റെ അടുത്ത് എന്തായാലും അവന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ഷെയർ ചെയ്യും, അവന്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ഷെയർ ചെയ്യും, അവന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഷെയർ ചെയ്യും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും അവരുടെ ഇഷ്ടം, അവരുടെ ലക്ഷ്യം നമ്മുടെയും ലക്ഷ്യമായി തീരാറുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും, ആ സുഹൃത്തുക്കൾ തമ്മിൽ ആ ഒരു ലക്ഷ്യത്തിലോട്ട് ഒരുമിച്ച് നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി തന്നെ റിവീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് പോസിബിൾ ആകുകയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഫ്രണ്ട്ഷിപ്പ് സാധ്യമാകുന്നത് രണ്ട് വ്യക്തികളും തമ്മിൽ അന്യോന്യം വെളിപ്പെടുത്തുവാനായിട്ട് തയ്യാറാവുമ്പോഴാണ്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന, യേശുക്രിസ്തു പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അതായത് he wants to reveal Father to us, he wants to reveal his plans to us, he wants to reveal his purposes to us.
and he wants that sharing. He wants to share himself to us so that this friendship is possible. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ദൈവം സ്നേഹിതന്മാരെ എന്ന് വിളിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം നമുക്ക് കാണാനായിട്ട് കഴിയും ജീസസ്, യേശുക്രിസ്തു എന്നത് ഒരു കേവലം ശിഷ്യന്മാരെ തന്റെ സേവനങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു അത് ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരു ഉപകരണം എന്ന് അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സ്നേഹിതനായിട്ട്, അതായത് യേശുക്രിസ്തുവിന്റെ വേലകൾ ചെയ്തു തീർക്കുവാനായിട്ട് അതിൽ പങ്കാളിയാകുവാനായിട്ടുള്ള ഒരു സ്നേഹിതനായിട്ടാണ് നമുക്കതിനെ യേശുക്രിസ്തു വിളിച്ചത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ. അതായത് യേശുക്രിസ്തു നമ്മളെ സുഹൃത്ത് ബന്ധത്തിലോട്ട് വിളിക്കുക മാത്രമല്ല ചെയ്തത്. He not only invited us to friendship, but he established his friendship with us. Let's go back to our main passage, which is John chapter 15. നമുക്ക് ആ പാസേജിലോട്ട് ഒന്നും കൂടി നമുക്ക് പോകാൻ. അവിടെ 13ാമത്തെ വാക്യത്തില് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. 13ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, greater love hath no man than this, that a man lay down his life for his friend. അതായത് സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. അതായത് യേശുക്രിസ്തു നമ്മളെ ആ സുഹൃത്ത് ബന്ധത്തിലോട്ട് വിളിക്കുക മാത്രമല്ല ചെയ്തത്, ആ സുഹൃത്ത് ബന്ധത്തിന്റെ ഏറ്റവും വലിയ വിലയായ സ്നേഹത്തിന് വേണ്ടി ജീവനെ കൊടുക്കുക എന്നൊരു കാര്യം ചെയ്തു തീർത്തിട്ടാണ് യേശുക്രിസ്തു പോയത് എന്ന് നമുക്ക് കാണാനായിട്ട്. സ്നേഹബന്ധത്തിലോട്ട് വിളിക്കുക മാത്രമല്ല, ആ സ്നേഹബന്ധത്തിന് എന്ത് വിലയും വരെയും കൊടുക്കുവാനായിട്ട് താൻ റെഡിയാണ് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടാണ് യേശുക്രിസ്തു ഇവിടെ നിന്ന് പോയതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. സോ ഫ്രണ്ട്ഷിപ്പ് ഈസ് പോസിബിൾ വിത്ത് ഗോഡ്, ആൻഡ് ക്രിസ്ത്യാനിറ്റി is a call to friendship with God, or the call of Jesus Christ is a call of a friend to partner with him in fulfilling his duties. എനിക്ക് അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, നമ്മൾ പല ഗാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെയും ഈ ഒരു യേശുക്രിസ്തുമായിട്ടുള്ള സ്നേഹബന്ധത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത്ര നല്ലവനാം പ്രിയനെ ഇതരയിൽ രുചിച്ചറിയുവാൻ എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്ന മലയാളം ഒരു പാട്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അത് പ്രിയനെ എന്ന് വിളിക്കുവാനായിട്ട്, അല്ലെങ്കിൽ എന്റെ സങ്കേതവും ഏറ്റവും അടുത്ത തുണയും എന്ന് പറയുന്ന രീതിയിൽ അത് സാധ്യമാണ് എന്നാണ് നമുക്ക് ക്രിസ്ത്യാനിറ്റിയിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇംഗ്ലീഷിൽ നമ്മുടെ അടുത്താണെങ്കിൽ വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. അതായത് പല പ്രയാസങ്ങളുടെ മധ്യത്തിൽ അദ്ദേഹം എഴുതിയൊരു ഗാനമാണ്. അതായത് യേശുക്രിസ്തുവിലുള്ള ആ സുഹൃത്തും രുചിച്ചറിഞ്ഞവര് എഴുതിയ ഗാനങ്ങളാണെന്ന് നമുക്ക് കാണാൻ കഴിയും. So this is the first thing which I wanted to share with you, that friendship is possible with God, and Christianity is a call to friendship. It is not a call to slavery so that we fall back into fear. നിങ്ങൾ ഭയപ്പെടുവാനായിട്ട് ദാസ്യത്വത്തിലോട്ടുള്ള വിളിയല്ല ക്രിസ്തുവിന്റെ വിളി എന്ന്. ക്രിസ്തുവിന്റെ വിളി സ്നേഹബന്ധത്തിലോട്ടുള്ള ഒരു വിളിയാണ്, ആ സുഹൃത്ത് ബന്ധത്തിലോട്ടുള്ള ഒരു വിളിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല്, ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന കുറച്ച് ചേഞ്ചസ്, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന, ഇംഗ്ലീഷിൽ ഇങ്ങനെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയാറുണ്ട്. അതായത് ഒരു കാര്യം പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് കുറച്ച് പ്രൊഡക്ട്സ് വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയാം. അപ്പം അതാണ് ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട്, സുഹൃത്ത് ബന്ധം കാരണം അതിന്റെ റിസൾട്ടായിട്ട്, അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനെ നമുക്ക് നാച്ചുറൽ ആയിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു റിസൾട്ട് ആയിട്ട് നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനെ നമുക്കൊരു ഡിസിപ്ലിൻ ആയിട്ട് വരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് നാം ദൈവമായിട്ടുള്ള ശരിയായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ആണോ എന്ന് നമുക്ക് ഇടയ്ക്ക് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന മാർക്സ്, ചെക്ക് മാർക്സ് ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളെ കാണുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് നമുക്ക് ഈ പാസേജിൽ നിന്ന് തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അതായത് ഈ സ്നേഹബന്ധത്തിലുള്ളത് കാരണം അതിന്റെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം തന്നെ 15:14 നമ്മൾ ഇങ്ങനെ വായിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. അവിടെ ഇങ്ങനെ പറയുന്നു,
you are my friends if you do whatsoever I command you. അതായത് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് യു ആർ മൈ ഫ്രണ്ട്സ് ഇഫ് യു ഡു വാട്ട്സോഎവർ ഐ കമാൻഡ് യു. അതായത് നമ്മൾ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ, ഇഫ് വെച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ ഏതാണ് അതിനകത്തെ കോസ്, അല്ലെങ്കിൽ എന്താണ് അതിനകത്തെ കാരണം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ എഫക്റ്റ്, എന്താണ് അതിന്റെ ഫലം എന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത് നമ്മൾ ടോട്ടലി റോങ് ആയിട്ട് ആ ഒരു സെന്റൻസ് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യു ആർ മൈ ഫ്രണ്ട്സ് ഇഫ് യു ഡു വാട്ട്സോഎവർ ഐ കമാൻഡ് യു. അപ്പൊ നമ്മൾ തെറ്റായിട്ട് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. അതായത് ഞാൻ ദൈവത്തെ ഒബേ ചെയ്ത് ദൈവത്തെ എല്ലാ കാര്യത്തിലും പൂർണ്ണമായിട്ട് അനുസരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ഒരു ഫ്രണ്ടായ ദൈവവുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം നാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത് എന്ന് നമ്മൾ തെറ്റായിട്ട് വിചാരിക്കണം. അല്ലെങ്കിൽ എന്റെ ഒരു അനുസരണമാണ് ദൈവമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം സാധ്യമാക്കി തീർക്കുന്നത് എന്ന് നമ്മൾ തെറ്റായിട്ട് നമ്മൾ വിചാരിക്കാനായിട്ട് ഇടയുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു വാക്യം നമ്മൾ അതിന്റെ കോണ്ടെക്സ്റ്റിൽ വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ അത് 12ാമത്തെ വാക്യത്തിൽ ഒക്കെ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. My command is this: love each other as I have loved you. Greater love has no one than this, to lay down the life for one's friend. You are my friends if you do what I command you. അപ്പൊ ഈ ഒരു സെന്റൻസ്, ഈ പാസേജ് നമുക്ക് വായിച്ചു പോകണമെങ്കിൽ ഏതാണ് ആദ്യമേ സംഭവിച്ചത്? അതായത് നമ്മുടെ അനുസരണമാണോ ആദ്യമേ സംഭവിച്ചത്? അതിന്റെ ഫലമായിട്ട് ദൈവം യേശുക്രിസ്തുവിനെ അയക്കാനും യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി മരിക്കാനായിട്ട് നമ്മുടെ അനുസരണം കണ്ടിട്ട് ദൈവം തീരുമാനിച്ചാണോ? അല്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ആദ്യം ബൈബിളിൽ നമ്മൾ പറയുന്നത് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായപ്പോൾ തന്നെ, അല്ലെങ്കിൽ നാം ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നാണ് നമുക്ക് അറിയുന്നത്. ആദ്യമേ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഭൂമിയിലോട്ട് വരികയും നമുക്ക് വേണ്ടി മരിക്കുകയും ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കാര്യം, ഫ്രണ്ട്ഷിപ്പ് പോസിബിൾ ആവുന്നതെന്ന് നമുക്ക് കാണാനായിട്ട്. ഗ്രേറ്റർ ലവ് ഹാസ് നോ വൺ ദാൻ ദിസ്, ടു ലേ ഡൗൺ one's life for one's friend. ദൈവം നമ്മുടെ അനുസരണം കണ്ടിട്ട് ദൈവം യേശുക്രിസ്തുവിനെ അയക്കാനും യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കാനായിട്ട് തീരുമാനിച്ചതല്ല എന്ന് നമുക്ക് കാണാം. അല്ലെങ്കിൽ നമ്മുടെ അനുസരണം കണ്ടിട്ട് പിതാവിനെ പറ്റിയുള്ള എല്ലാം നമ്മളോട് റിവീൽ ചെയ്യാനായിട്ട് യേശുക്രിസ്തു വിചാരിച്ചു, അങ്ങനെയുമല്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ആദ്യമേ സംഭവിച്ചത് ദൈവം നമുക്ക് വേണ്ടി മരിക്കുകയും ഈ ലോകത്തിലോട്ട് വരികയും നാമുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. അതാണ് ഏറ്റവും ആദ്യമേ സംഭവിച്ച കാര്യം. അതാണ് ഈ ഒരു ഒബീഡിയൻസ്, അല്ലെങ്കിൽ അതാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പോസിബിൾ ആക്കി തീർത്തത്. അല്ലാതെ നമ്മുടെ അനുസരണം ഈ ഒരു ഫ്രണ്ട്ഷിപ്പിലോട്ട് നമ്മളെ അങ്ങ് വലിച്ചിടുന്നതായിട്ടല്ലെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നാം ഇവിടെ യേശുക്രിസ്തുവിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട്, നാം യേശു ക്രിസ്തുവുമായിട്ടുള്ള ഈ ഒരു സുഹൃത്ത് ബന്ധം ഉള്ളത് കൊണ്ട് നാം അനുസരണം നമ്മളിൽ നിന്നുണ്ടാകണമെന്നാണ് കാരണം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട്. അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ റിസൾട്ട് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഫ്രൂട്ട് ആണ് അനുസരണം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ തെറ്റായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അത് വളരെ ഒരു തെറ്റായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. യു ആർ മൈ ഫ്രണ്ട്സ് ഇഫ് യു ഡു വാട്ട് ഐ കമാൻഡ്. അതായത് നാം ദൈവത്തിന്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് നാം ആ ഒരു കൽപ്പന അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ. ഐ ഹാവ് വൺ മോർ എക്സാമ്പിൾ ടു ക്ലിയർലി എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ്. ഒരു എക്സാമ്പിൾ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഞാൻ അത് പറയാനായിട്ടായി, പക്ഷെ അതൊരു പ്ലസന്റ് എക്സാമ്പിൾ അല്ല, അതൊരു ഹൊറിബിൾ എക്സാമ്പിൾ ആണ്. പക്ഷെ ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി ഗുഡ് എക്സാമ്പിൾ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇങ്ങനെ പറയാം: യു മേ ഹാവ് ലൂക്കേമിയ ഓർ യു മേ ഹാവ് ബ്ലഡ് ക്യാൻസർ if your white blood cell count is abnormally high. അല്ലെങ്കിൽ you may have blood cancer if your white blood cell count is abnormally high. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെല്ലിന്റെ കൗണ്ട് ഭയങ്കര ഹൈ ആയത് കാരണം നിങ്ങൾക്ക് ലൂക്കേമിയ ഉണ്ടായി എന്നല്ല. നിങ്ങൾക്ക് ലൂക്കേമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ ഉള്ളതിന്റെ ഫലമായിട്ട് നിങ്ങളുടെ വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട് ഹൈ ആയിരിക്കുന്നതെന്നാണ്. അതുപോലെ തന്നെയാണ് ദൈവവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നമുക്ക് സ്ഥാപിച്ചത് കൊണ്ട്, ദൈവമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ദൈവം നാമുമായിട്ട് സ്ഥാപിച്ചത് കൊണ്ട് യു ആർ ഒബേയിങ്. ഒബീഡിയൻസ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദിസ് ഫ്രണ്ട്ഷിപ്പ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കമാൻഡ്, യു ആർ മൈ ഫ്രണ്ട്സ് ഇഫ് യു ഡു വാട്ട് ഐ കമാൻഡ് യു. അതായത് 12ാമത്തെ വാക്യത്തിൽ കമാൻഡ്മെന്റ് എന്താന്ന് പറയുന്നത് ലവ് ഈച്ച് അതർ as I have loved you. So you can say that you are my friends if you love
each other as I have loved you. That is a meaning from this primary context. അതായത് എന്റെ സ്നേഹിതനാണെങ്കിൽ നിങ്ങൾ പരസ്പരം അന്യോന്യം തമ്മിൽ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ഈ ഫ്രം ദ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് നമുക്ക് പറയാനായിട്ട് കഴിയും. ഞാൻ പറയട്ടെ, ഈ ഒബീഡിയൻസ് എന്ന് പറയുന്ന കാര്യം നാച്ചുറൽ ആയിട്ട് വരേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഒബീഡിയൻസ് നമുക്ക് പലപ്പോഴും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒബീഡിയൻസ് ഈസ് നോട്ട് ദ സൈൻ ദാറ്റ് obedience, you cannot say that it establish your friendship with God. And not always you can say that obedience shows that you are a friend with God, because നമുക്ക് ചിന്തിച്ചാൽ ഇങ്ങനെ കാണാനായിട്ട് കഴിയും. നമ്മൾ ഓഫീസിൽ പോവാണെങ്കിൽ നമ്മുടെ ബോസ് പറയുന്നതെല്ലാം നമ്മൾ ചെയ്യാറുണ്ടല്ലോ. നമുക്ക് അവിടെ നമുക്ക് ബോസിനെ നമ്മൾ അനുസരിക്കുന്നുണ്ട്, ബോസിനെ നമ്മൾ ഒബേ ചെയ്യുന്നുണ്ട്. ബട്ട് ഡസ് ദാറ്റ് മീൻ ദാറ്റ് യു ഹാവ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് യുവർ ബോസ്? നോ. It means that you fear your boss, and your hike, your promotion, everything depends upon his decision. So that's why you are obeying. So obedience does not always mean that you are in friendship with God, but obedience should come as the fruit of your friendship. So you can fake obedience, but obedience doesn't always mean that you are in a good relationship with God. So that's why it is important that this friendship should come as obedience should come as a fruit of this friendship with God. നമുക്കറിയാം, ഏതൊരു സ്നേഹബന്ധം ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ സുഹൃത്ത് ബന്ധങ്ങളുണ്ടെങ്കിൽ അവിടെ ഒബീഡിയൻസ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ, അതിന്റെ ബിഹൈൻഡ് ദ സീൻസിൽ ഒബീഡിയൻസ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതായത് ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളോട് അവന്റെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം പറയുകയാണെങ്കിൽ നമ്മളും ആ ഒരു ആഗ്രഹം സഫലീകരിക്കുവാനായിട്ട്, ആ ഒരു ആഗ്രഹം നടത്തി കൊടുക്കാനായിട്ട് നമ്മളും ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അതിന് നമ്മൾ ഒബീഡിയൻസ് എന്ന് പറയില്ല. ബിക്കോസ് ആ സ്വീറ്റ്നെസ് ഓഫ് ഫ്രണ്ട്ഷിപ്പിൽ അത് നമ്മൾ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ യേശുക്രിസ്തുവുമായിട്ട് നമ്മൾ ശരിയായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആഗ്രഹങ്ങൾ, യേശുക്രിസ്തു ഇവിടെ പറഞ്ഞ പോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക, അല്ലെങ്കിൽ എന്റെ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കുക എന്നുള്ള ഒരു കാര്യം ഒരു ബേർഡൻ ആയിട്ടല്ല, അത് നാച്ചുറൽ ആയിട്ട് ആ ഒരു സ്നേഹബന്ധത്തിൽ യേശുക്രിസ്തുവിന്റെ ആഗ്രഹങ്ങൾ, യേശുക്രിസ്തു കരുതിയതുപോലെ, അല്ലെങ്കിൽ യേശുക്രിസ്തു അപ്ലിഫ്റ്റ് ചെയ്തതുപോലെ, യേശുക്രിസ്തു സൗഖ്യമാക്കിയതുപോലെ, യേശുക്രിസ്തുവിനെ പോലെ കമ്പാഷൻ കാണിച്ചതുപോലെ, ആ യേശുക്രിസ്തുവിന്റെ കൽപ്പനകള്, യേശുക്രിസ്തുവിന്റെ ആഗ്രഹങ്ങൾ നമ്മളും ആ ഒരു ശരിയായിട്ടുള്ള സുഹൃത്ത് ബന്ധത്തിലുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ട് അത് ചെയ്യുവാനായിട്ട് നാം അത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് ഈ പല കാര്യങ്ങളിലും ഫ്രണ്ട്ഷിപ്പ് ബന്ധത്തിന് അതൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് അറിയാം, ചെറുപ്പത്തില് പേരൻസ് ഒക്കെ ഇങ്ങനെ നമ്മുടെ അടുത്ത് പറയാറുണ്ടായിരുന്നു, ഞാൻ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കില്ല, പക്ഷെ അവന്റെ കൂട്ടുകാരെന്തെങ്കിലും പറഞ്ഞാൽ അവനത് കേൾക്കും, അതവൻ ചെയ്യുന്നതായിട്ട് വില കൊടുക്കുമെന്ന് നമുക്ക് പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഫ്രണ്ട്ഷിപ്പ് ഹാസ് എ മാജിക്കൽ എഫക്ട് ഓൺ us. It influences our actions, it influences our doings. So, and in the sweetness of friendship, we don't consider that as an obedience. You lovingly fulfill it for our friend. So the first byproduct of this friendship with God is obedience. നാം നാച്ചുറൽ ആയിട്ട് ദൈവത്തെ ഒബേ ചെയ്യാനായിട്ട്, ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനായിട്ട്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കാനായിട്ട് ഈ നാച്ചുറൽ ആയിട്ട് ഈ ഫ്രണ്ട്ഷിപ്പിന്റെ റിസൾട്ടായിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട്. രണ്ടാമത്തെ ബൈ പ്രൊഡക്റ്റ് ഓഫ് ദിസ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാനായിട്ട്, അതായത് ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഫലമായിട്ട് രണ്ടാമത് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ആ ഒരു ഫ്രണ്ടിനെ പോലെ നാം ആയിത്തീരും എന്നുള്ളതാണ്. വി ബിക്കം ഇൻ ഫ്രണ്ട്ഷിപ്പ്, വി ബിക്കം മോർ ആൻഡ് മോർ ലൈക്ക് വൺ അനദർ. അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമ്മുടെ സുഹൃത്തിനെ പോലെ തന്നെ ഏകദേശം നമ്മുടെ ടേസ്റ്റ്, നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ പ്രയോറിറ്റീസ് എല്ലാം ഒരുപോലെ ആയിത്തീരുമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ദാറ്റ് ഈസ് എ എഫക്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ആ ഫ്രണ്ട്ഷിപ്പിന് ആ ഒരു ഡെപ്ത് ഉണ്ട്, ആ ഫ്രണ്ട്ഷിപ്പിന് ആ ഒരു എഫക്റ്റ് ഉണ്ട്. അതായത് ഒരു വ്യക്തിയെയും ആ വ്യക്തിയുടെ സ്വഭാവങ്ങളെയും ആ വ്യക്തിയുടെ ടേസ്റ്റുകളെയും മാറ്റുവാൻ തക്ക എണ്ണമുള്ള ഒരു എഫക്റ്റ് ഫ്രണ്ട്ഷിപ്പിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ പേരൻസ് ഇങ്ങനെ പറയും, നീ ക്ലാസ്സിൽ പോകുമ്പോൾ ഇവന്മാരുടെ അടുത്തൊന്നും കൂട്ടുകൂടരുത്, ഉഴപ്പന്മാരെ വഷളന്മാരെ ഒക്കെ കാണുമ്പോഴത്തേക്ക് ഇവരുടെ അടുത്തൊന്നും കൂട്ടുകൂടരുത്, നീ അവര് നല്ല ക്യാരക്ടറുള്ള ഒരു കൊച്ചിനെ വേണ്ടി പറയും, നീ അവന്റെ കൂടെ കൂട്ടുകൂടണം, നല്ല പഠിക്കുന്ന പിള്ളേരെ പോലെ അവരുമായിട്ട് കൂട്ടുകൂടണം എന്ന് പറയും. അപ്പൊ അതിന് കാരണം എന്താന്ന് വെച്ചാൽ, നമ്മളൊരു ഉഴപ്പന്റെ കൂടെ കൂട്ടുകൂടുകയാണെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ഉഴപ്പനായിട്ട് പോകുമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് നല്ല കൂട്ടുകെട്ടുകൾ വേണം. കാരണം നാം നല്ല കൂട്ടുകെട്ടുള്ളപ്പോൾ നമ്മളും അവരെ പോലെ ആയിട്ട് തീരുവാനായിട്ട് കഴിയും എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും.
That is the effect of friendship. In friendship, naturally, we become like one another as the time goes. And as the friendship grows, we become more and more similar. And that's what should happen in this relationship with Jesus Christ also. If you are having a deeper friendship with Jesus Christ, you become like Jesus Christ as the time goes. യേശുക്രിസ്തുവിന്റെ ഇഷ്ടങ്ങൾ, യേശുക്രിസ്തുവിന്റെ ക്യാരക്ടർ പോലെ നമ്മളായിത്തീരുമെന്ന് നമുക്കാണ്. ഇത് രണ്ട് സൈഡിൽ നിന്നും ആയിത്തീരുമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഹാസ് ഡൺ ഓൾ ദാറ്റ് ഹി നീഡ്സ് ടു ഡു ടു ബിക്കം ലൈക്ക് us. അതായത് നമ്മളെ പോലെ ആകുവാനായിട്ട് യേശുക്രിസ്തു തനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവമായിരുന്നവൻ അത് മുറുകെ പിടിക്കാതെ ഒരു ദാസ്യരൂപം എടുത്ത്, മനുഷ്യരൂപം എടുത്ത് ഈ ഭൂമിയിലോട്ട് വന്നു. നാം ജീവിച്ചതുപോലെയുള്ള എല്ലാ സാഹചര്യങ്ങളിൽ കൂടി യേശുക്രിസ്തു ജീവിച്ചു. നാം അനുഭവിക്കുന്ന എല്ലാ കഷ്ടങ്ങളും പ്രയാസങ്ങളും യേശുക്രിസ്തു അനുഭവിച്ചു. അതായത് യേശുക്രിസ്തു നമ്മൾ പോയിട്ടുള്ള എല്ലാ തരം സിറ്റുവേഷനിലും കൂടി യേശുക്രിസ്തു പോയി എന്ന് നമുക്ക് കാണാനായിട്ട്. ഹി വാസ് ഓൾസോ മോക്ക്ഡ് ബൈ പീപ്പിൾ, ഹി വാസ് ഓൾസോ റിജക്റ്റഡ് ബൈ പീപ്പിൾ, ഹി ഓൾസോ വെന്റ് ത്രൂ ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് ടെംപ്റ്റേഷൻസ്. So Jesus Christ has done everything to become like us. അതായത് നമ്മളെ പോലെ ഒരുവനായി തീരുവാനായിട്ട് യേശുക്രിസ്തു തനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാം ചെയ്തു. അതിനെയാണ് നമ്മൾ ഇൻകാർനേഷൻ എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാം. But now you can say, ആ C.S. ലൂയിസ് പറഞ്ഞ പോലെ, there is a common truth between us because he has become one like us. നമ്മളെ പോലെ ഒരുവനായി അവൻ യേശുക്രിസ്തു തീർന്നു എന്ന് നമുക്ക് കാണാം. That is the reason why friendship is possible. And now it's our turn to become like him. Jesus Christ has done all the things required to become like us. And now it's our turn to become like him. And that's a transformation of our character to the image of his son. And we can see that he is the perfection of kindness. He is the perfection of love. He is the perfection of patience. He is the perfection of justice. He is the perfection of long sufferings. And because of this friendship, we also need to transform to his character. We also need to become the perfection of this love. We also need to become kind like him. We also need to become compassionate like him. And that is what is expected out of us. Because friendship has that magical effect to transform a person, so that in friendship you both become like one another. And that is what is expected out of us. ഞാനിങ്ങനെ ഒരു കൊട്ടേഷൻ കോട്ട് കേട്ടിട്ടുണ്ട്, ഷോ മി യുവർ ഫ്രണ്ട്സ്, ഐ വിൽ ഷോ യു യുവർ ഫ്യൂച്ചർ. ഇത് നമ്മുടെ സുഹൃത്തുക്കളെ നോക്കിയിട്ട് നാം ഭാവിയിൽ എങ്ങനെ ആയി തീരും എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അതായത് യേശുക്രിസ്തുവിനോട് കൂടിയാണ് നമ്മുടെ സഖിത്വം എങ്കിൽ നാം യേശുക്രിസ്തുവിനെ പോലെ തന്നെ ആയിത്തീരുമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. സ്നേഹത്തില്, ദയയില്, പേഷ്യൻസിന്റെ കാര്യത്തില്, ലോങ് സഫറിങ്ങിന്റെ കാര്യത്തില്, ഇതെല്ലാം നാം യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് സദൃശ്യവാക്യങ്ങള് 13:20 ഇങ്ങനെ വായിക്കുന്നു. ആ വാക്യത്തിലോട്ടൊന്ന് പോവാം. സ്ലൈഡിലുണ്ട്. Proverbs chapter 13 verse 20. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, whoever walks with the wise becomes wise, but the companion of fools will suffer harm. അതായത് ഒരു ബുദ്ധിയുള്ള ഒരാളുടെ കൂടെ നടക്കുന്നത് അവനെ ഗുണം ചെയ്യുമെന്ന് നമുക്ക് കാണാനായിട്ട്. The deeper the friendship that we have, the more we become like him. നമുക്ക് ആഴമേറിയ ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ നാം അവനെ പോലെ ആയിത്തീരുമെന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു കാര്യം കൂടി പറയട്ടെ, ഇതെന്ന് പറഞ്ഞ ഒരു ഇക്വാലിറ്റി ഫ്രണ്ട്ഷിപ്പ് അല്ല. അതായത് യേശുക്രിസ്തുവും നമ്മൾ തമ്മിൽ ഒരു ഇക്വാലിറ്റി ഫ്രണ്ട്ഷിപ്പ് അല്ല. യേശുക്രിസ്തു നമ്മുടെ രക്ഷകനും നമ്മുടെ കർത്താവുമാണ് എന്നുള്ളൊരു പൊസിഷനും കൂടിയുണ്ട്. നമുക്ക് ആ ഒരു പൊസിഷൻ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഓവർടേൺ ആവുന്നില്ല. ദിസ് ഫ്രണ്ട്ഷിപ്പ് വിൽ നോട്ട് റീപ്ലേസ്, ഈസ് നോട്ട് റീപ്ലേസിങ് ദാറ്റ് പൊസിഷൻ. He is still our savior and he is still our master എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ജോനാഥന്റെയും ഡേവിഡിന്റെയും ഫ്രണ്ട്ഷിപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ജോനാഥൻ he was a prince, അല്ലെങ്കിൽ ഒരു രാജകുമാരനായിരുന്നു നോക്കുകയാണെങ്കിൽ, ഡേവിഡ് was at that time he was a shepherd boy. ജോനാഥനും ഡേവിഡും ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് ഈ ഒരു പൊസിഷൻ മാറുന്നില്ല. Just because David was a friend of Jonathan, it doesn't mean that David can disobey all the rules of
the rules of Israel. It doesn't mean that because we are citizens of the kingdom of God, just because we have friendship with God doesn't mean that we can violate all the other principle of the kingdom of God. അല്ലെങ്കിൽ ഡേവിഡിനെ നമ്മൾ എടുക്കുവാണെങ്കിൽ ജോനത്തന്റെ അവിടുത്തെ രാജകുമാരന്റെ ഫ്രണ്ട് ആണെന്ന് വെച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ നിയമങ്ങളൊന്നും ഇനി ദാവീദിന് ബാധകമല്ല എന്നുള്ള രീതിയിൽ വരുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം this is not an equality friendship. Christ is also our master and our savior. But he is, with respect to our service, he wants us to be in a friendship relationship with him. മൂന്നാമതായിട്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ നാച്ചുറൽ റിസൾട്ട് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഷെയറിങ് ആൻഡ് ലിസണിങ് ആണ്. അതായത് യേശു ക്രിസ്തുവിനോട് കൂടെ നാം സമയം ചെലവഴിക്കുകയും നമ്മൾ യേശു ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഏതൊരു സുഹൃത്ത് ബന്ധങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഈ ഒരു ഷെയറിങ്, ആ ഒരു ലിസണിങ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഒരു ഷെയറിങ്, മ്യൂച്വൽ ഓപ്പണിംഗ് അപ്പ് അല്ലെങ്കിൽ മ്യൂച്വൽ ഷെയറിങ് ഇല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് പോസിബിൾ ആകുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ കേട്ടതുപോലെ യേശു ക്രിസ്തു തന്റെ എല്ലാം ഷെയർ ചെയ്തു, പിതാവിന്റെ അടുത്ത് നിന്ന് കേട്ടതെല്ലാം നമ്മളോട് ഷെയർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ. ആൻഡ് ഫ്രണ്ട്ഷിപ്പ് വിൽ ഓൺലി ബിക്കം റിയൽ വെൻ വി സ്റ്റാർട്ട് ഓപ്പണിംഗ് അപ്പ്, when we start sharing ourselves, then only friendship will gets real എന്ന് നമുക്ക് കാണാനായിട്ട്. How do we share with God? And it is through our prayer. നമുക്ക് ബൈബിളിൽ നോക്കുകയാണെങ്കിൽ പ്രാർത്ഥനകളിലൂടെ നമുക്ക് ദൈവമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാമെന്ന് നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും നമ്മൾ ഒരു ഫോർമൽ രീതിയിൽ പ്രാർത്ഥനയെ നമ്മൾ ചിലപ്പം കാണാറുണ്ട്. പക്ഷെ നമ്മൾ ബൈബിളിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിലൂടെ ആൾക്കാർ തങ്ങളുടെ കരച്ചിലുകൾ, തങ്ങളുടെ ദേഷ്യങ്ങൾ, തങ്ങളുടെ ഫ്രസ്ട്രേഷൻസ് ദൈവത്തെ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ സങ്കീർത്തനങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല മാതൃക എന്നാണ്. നമ്മൾ സങ്കീർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ ദാവീദിന്റെ ആ റോ ആയിട്ടുള്ള ഇമോഷൻസ് ദൈവത്തോട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ വിചാരിക്കും ഇതൊന്നും ദൈവം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇതൊന്നും സെൻസർ ചെയ്തിട്ടില്ലേ എന്ന് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഡേവിഡ് തന്റെ ഫ്രസ്ട്രേഷൻസ്, തന്റെ ആങ്കർ ഒക്കെ പ്രാർത്ഥനയുടെ ഒരു സാംസ് ആയിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഹന്നയെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്റെ വിഷമങ്ങൾ, തന്റെ കരച്ചിലുകൾ പ്രാർത്ഥനയിലൂടെ അറിയിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. യെരമ്യാവിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ തന്റെ ദുസ്ഥിതിയെ പറ്റി ദൈവത്തോട് പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ നമുക്ക് ഫിലിപ്പിയ ലേഖനം 4:6 പറയുന്നത് ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ് ബട്ട് ഇൻ എവറി സിറ്റുവേഷൻ ബൈ പ്രെയർ ആൻഡ് പെറ്റീഷൻ ആൻഡ് താങ്ക്സ് ഗിവിംഗ് പ്രസന്റ് യുവർ റിക്വസ്റ്റ് ടു ഗോഡ്. ഏതൊരു ഒന്നിനെ പറ്റിയും വിചാരപ്പെടാതെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തോട് പറയുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എങ്ങനെയാണ് നാം ദൈവത്തോട് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളതിന് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങളിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നുള്ള ദേഷ്യവും അല്ലെങ്കിൽ നമ്മുടെ ഫ്രസ്ട്രേഷൻസും, നമ്മുടെ വേദനകൾ, നമ്മുടെ കരച്ചിലുകൾ, നമ്മുടെ ഫിയർ, നമ്മുടെ ആൻസൈറ്റീസ് ദൈവത്തോട് പറയാൻ പറ്റുമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അടുത്ത ലിസണിങ് ഫ്രം ഗോഡ്. Not only we share to God, but we also listen from God. And how do we listen from God? And we can see that the major role in listening from God is done by the Holy Spirit. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:26 നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് ആ സ്ലൈഡ് ഉണ്ട്. നമുക്ക് ആ ഒരു വാക്യം എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:26. But my helper, the Holy Spirit, whom Father will send me, he will teach you all things and bring to your remembrance all that I have said to you. അല്ലെ ഹെബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അറിയിച്ചത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അറിയിച്ചിരിക്കുന്നു. So how do we listen from God? How do we listen the words of Jesus Christ? It is through Holy Spirit. Holy Spirit is a replacement for Jesus Christ in this age. അതായത് യേശുക്രിസ്തു ഈ ലോകത്ത് നിന്ന് പോയി കഴിഞ്ഞിട്ട് യേശുക്രിസ്തു പറഞ്ഞതും യേശുക്രിസ്തു ജീവിച്ചതുമായിട്ടുള്ള യേശുക്രിസ്തുവിന്റെ പ്രസൻസ്, ആ യേശുക്രിസ്തുവിന്റെ അഭാവം നമ്മളോട് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം അറേഞ്ച് ചെയ്ത ഒരു കാര്യമാണ് ഹോളി സ്പിരിറ്റ് എന്ന് നമുക്ക് കാണാൻ പറയുന്നത്. ഹി വിൽ ടീച്ച് യു ഓൾ തിങ്സ് ആൻഡ് ബ്രിങ് ടു യുവർ റിമെമ്പറൻസ് ഓൾ ദാറ്റ് ഐ ഹാവ് സെഡ് ടു യു. And in these last days he has spoken to us by his son. Where do we see the words of Jesus Christ? In the Gospels, in the New Testament, in the Word of God. എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. So you listen to God from the Word of God using through Holy Spirit. And we can see this is the third natural fruit of this friendship, sharing and listening with God.
ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു. അതായത് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിയറി ആയിട്ട് തോന്നും. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എങ്കിൽ ഈ ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തിയറി ആയിട്ട് തോന്നും. അതായത് മെഡിറ്റേറ്റിംഗ് ജീസസ് ആക്ട് ഓൺ ദ ക്രോസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ആക്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അതായത് കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു ചെയ്തതായിട്ടുള്ള ത്യാഗം അത് സുഹൃത്ത് ബന്ധത്തിന്റെ ഏറ്റവും വലിയ ഡെമോൺസ്ട്രേഷൻ ആണെന്ന കാര്യം നാം അത് മനസ്സിലാക്കുകയും അത് ഓരോ ദിവസവും മെഡിറ്റേറ്റ് അത് ഓരോ ദിവസവും നാം മെഡിറ്റേറ്റ് ചെയ്താലാണ് നമുക്ക് ആ ഫ്രണ്ട്ഷിപ്പിന്റെ തീവ്രതയും ആ ഫ്രണ്ട്ഷിപ്പിന്റെ സ്വീറ്റ്നെസ്സും നമുക്ക് മനസ്സിലാവുന്നത്. അതായത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഈ ലോകത്ത് വന്നു, നമ്മളെ പോലെ ആയിത്തീർന്നു. നമ്മൾ സഞ്ചരിച്ച വഴികളിലൂടെ എല്ലാം യേശുക്രിസ്തു സഞ്ചരിച്ചു. കളിയാക്കലുകളിലൂടെ, ഇൻസൾട്ട്സ്, through the pain, beatings, sufferings, and maybe more than us. He was tempted in every way. And then finally he demonstrated his friendship by dying for us. And through his death on the cross of Calvary, he showed that he is ready to go to any extent to have friendship with us. And through his death, he made this friendship possible. He became like us so that this friendship is possible. He died for us so that this friendship is possible. He shared everything about Jesus, the Father, so that this friendship is possible. And now we can relate to him. We can render our services to him, not as a slave with fear, but as a friend. We can partner with him through this friendship. So what can this friendship do to us? Believe me, if you e friendship naam ശരിയായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ it can change the way how we relate with God, how we read our Bible, how we pray, how we treat, how we see our obedience to the word of God. This friendship will change all these things. നമ്മൾ ഭയത്തോടു കൂടി ചെയ്തിരുന്ന പല കാര്യങ്ങളും നമുക്ക് സ്വീറ്റ് ആയിട്ട് വരും ഈ ഫ്രണ്ട്ഷിപ്പിലൂടെ. This friendship can save us from a lot of fears, unhealthy fear of God, the fear of what will happen in my life if you are always mindful of this friendship of Jesus Christ, this hand of friend always with us. If you are sure about that, it can save us from a lot of fears, the unhealthy fear of God, the fear of life, the losses in life, health conditions. This friendship can take away all our anxieties and worries. And more than everything, God's work of restoration of this world, he wants to do it through friendship, through our partnership with him as a friend. And when we are in true friendship with God, we are becoming like God. The friendship that they exhibit in the Trinity, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ഒരു സുഹൃത്ബന്ധം, അതാണ് നമ്മൾ ദൈവവും തമ്മിലുള്ള ഒരു ബന്ധത്തിലോട്ട്, ആ ഒരു സുഹൃത്ബന്ധത്തിലോട്ട് വരുവാനാണ്, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് ദൈവം നമ്മൾ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. So the most important point I want to say is this: meditate on Jesus' act on the cross of Calvary is the greatest demonstration of friendship towards us. അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയാണെങ്കിൽ, അത് നമുക്ക് ദിവസവും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ, we will grow in this friendship. And as we grow in this friendship, we will have obedience that comes as a fruit of it. We will become like Jesus Christ. The natural effect of this friendship, we will become more and more like him. And lastly, we will start to share and we will start to listen from God. We will not see that as a burden. We will see that in the sweetness of this friendship. So may God help all of us, including me. എന്നെയും കൂട്ടി ഞാൻ പറയട്ടെ, നമ്മളെല്ലാവരെയും ദൈവം ആ ഒരു ബന്ധത്തിലോട്ട്, ആ ഒരു സുഹൃത്ത് ബന്ധത്തിലോട്ട് വരുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു സേവകനായിട്ടല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. No longer do I call you as a servant. യോഹന്നാന്റെ സുവിശേഷത്തിൽ, റോമാലേഖനത്തിൽ, ഗലാത്യ ലേഖനത്തിലൊക്കെയും പറയുന്നത് പുത്രത്തിന്റെ ആത്മാവ്, ഞാൻ ഇനി നിങ്ങളെ സേവകൻ എന്നല്ല വിളിക്കുന്നത്. I am calling you as friend. He is inviting us to friendship with him, to partner with him as a friend, not as a slave. So may we grow, including me, in this friendship with Jesus Christ. And may we nourish and cherish this relationship with God. May God help us.